ഹായ് എവരി വൺ, ആൽഗോസിലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വാലിഡ് പാരാന്തസിസ് എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം ആയിരിക്കും സോൾവ് ചെയ്യുക. ഗിവൺ എ സ്ട്രിങ് എസ് കണ്ടെയ്നിങ് ജസ്റ്റ് ക്യാരക്ടേഴ്സ് ഓപ്പണിംഗ് പാരാന്തസിസ്, ക്ലോസിംഗ് പാരാന്തസിസ്, ഓപ്പണിംഗ് കർലി ബ്രാക്കറ്റ്, ക്ലോസിംഗ് കർലി ബ്രാക്കറ്റ്, ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റ്, ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ്. ഡിറ്റർമൈൻ ഇഫ് ഇൻപുട്ട് സ്ട്രിങ് ഈസ് വാലിഡ്. നമുക്കൊരു സ്ട്രിങ് തന്നിട്ടുണ്ടായിരിക്കും. ഈ സ്ട്രിങ്ങിൽ 3 കൈൻഡ്സ് ഓഫ് ബ്രാക്കറ്റ്സേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഒന്ന് പാരാന്തസിസ്, പിന്നെ കർലി ബ്രാക്കറ്റ്സ്, പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ്സ്. നമ്മൾ ഡിറ്റർമൈൻ ചെയ്യേണ്ടത് ഈ ഇൻപുട്ട് സ്ട്രിങ് വാലിഡ് ആണോ എന്നാണ്. ഇൻപുട്ട് ഓപ്പണിംഗ് പാരാന്തസിസ്, ഓപ്പണിംഗ് പാരാന്തസിസ്, ഓപ്പണിംഗ് കർലി ബ്രാക്കറ്റ്, ക്ലോസിംഗ് കർലി ബ്രാക്കറ്റ്, ക്ലോസിംഗ് പാരാന്തസിസ്, ക്ലോസിംഗ് പാരാന്തസിസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓപ്പണിംഗ് കർലി ബ്രാക്കറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ക്ലോസിംഗ് കർലി ബ്രാക്കറ്റ് ഉണ്ട്. പിന്നെ ഈ ഓപ്പണിംഗ് പാരാന്തസിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ക്ലോസിംഗ് പാരാന്തസിസ് ഉണ്ട്. ഈ ഓപ്പണിംഗ് പാരാന്തസിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ക്ലോസിംഗ് പാരാന്തസിസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഇൻപുട്ട് സ്ട്രിങ് വാലിഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഔട്ട്പുട്ടിൽ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. ഇൻപുട്ട് ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റ്, ഓപ്പണിംഗ് പാരാന്തസിസ്, ക്ലോസിംഗ് പാരാന്തസിസ്, ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ്, ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ്. ഇവിടെ നോക്കിയാൽ ഈ ബ്രാക്കറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ബ്രാക്കറ്റ് ഉണ്ട്. ഈ ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്. എന്നാൽ ഈ ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് ഇല്ല. അതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. ഇൻപുട്ട് ഓപ്പണിംഗ് കർലി ബ്രാക്കറ്റ്, ഓപ്പണിംഗ് പാരാന്തസിസ്, ക്ലോസിംഗ് പാരാന്തസിസ്, ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓപ്പണിംഗ് പാരാന്തസിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ക്ലോസിംഗ് പാരാന്തസിസ് ഉണ്ട്. എന്നാൽ ഈ ഓപ്പണിംഗ് കർലി ബ്രാക്കറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ക്ലോസിംഗ് കർലി ബ്രാക്കറ്റ് ഇല്ല. അതുപോലെ ഈ ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് ഇല്ല. അതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. പിന്നെ ഈ ക്വസ്റ്റ്യന് തന്നിട്ടുള്ള സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഈ പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു ഇൻപുട്ട് സ്ട്രിങ് കൺസിഡർ ചെയ്യാം. ഈ ഇൻപുട്ട് സ്ട്രിങ്ങിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. കാരണം ഇതൊരു വാലിഡ് സ്ട്രിങ് ആണ്. ഓരോ ബ്രാക്കറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടും ഓരോ ക്ലോസിംഗ് ബ്രാക്കറ്റ് ഉണ്ട്. നമ്മൾ ഈ സ്ട്രിങ്ങിലൂടെ ട്രാവൽസ് ചെയ്തെന്ന് ഇമാജിൻ ചെയ്യുക. നമ്മൾ ഈ ഒരു പോയിന്റിൽ നിൽക്കുകയാണ്. ഈ ഒരു പോയിന്റിൽ നിൽക്കുമ്പം നമുക്ക് അറിയേണ്ട ഇൻഫർമേഷൻ എന്താണ്? ഇതുവരെ കണ്ട ബ്രാക്കറ്റ്സിൽ ക്ലോസ് ചെയ്യാത്ത ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഉണ്ടോ? ആ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഓപ്പണിംഗ് കർലി ബ്രാക്കറ്റ് ആണോ? ഈ ഒരു ഇൻഫർമേഷൻ അറിയേണ്ടത്. ഇത് ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സ്റ്റാക്ക് ആയിരിക്കും യൂസ് ചെയ്യുക. കാരണം സ്റ്റാക്ക് ഒരു ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഡാറ്റ സ്ട്രക്ചർ ആണ്. ഇനി ഇതിൻ്റെ ലോജിക്ക് നമുക്ക് നോക്കാം. നമ്മൾ ഈ സ്ട്രിങ്ങിലൂടെ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ കണ്ട ക്യാരക്ടർ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആണെങ്കിൽ ആ ഓപ്പണിംഗ് ബ്രാക്കറ്റിനെ നമ്മൾ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യും. ഇവിടെ 3 കൈൻഡ്സ് ഓഫ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നമ്മൾ കാണുന്ന ക്യാരക്ടർ ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആണെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് ബ്രാക്കറ്റിനെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യും. ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണെങ്കിൽ നമ്മൾ ഈ 2 കണ്ടീഷൻസ് ചെക്ക് ചെയ്യും. ഇഫ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇൻ സ്റ്റാക്ക് കറസ്പോണ്ട്സ് ടു ക്ലോസിംഗ് ബ്രാക്കറ്റ്, സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇപ്പം കാണുന്ന ആ ക്ലോസിംഗ് ബ്രാക്കറ്റിന് കറസ്പോണ്ടിങ് ആണോ? ആണെങ്കിൽ നമ്മൾ സ്റ്റാക്കിൽ നിന്ന് ഓപ്പണിംഗ് ബ്രാക്കറ്റിനെ പോപ്പ് ചെയ്യും. ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇൻ ടോപ്പ് ഓഫ് സ്റ്റാക്ക് ഡസിൻ കറസ്പോണ്ട് ടു ക്ലോസിംഗ് ബ്രാക്കറ്റ് ആണെങ്കിൽ നമ്മൾ ഫാൾസ് റിട്ടേൺ ചെയ്യും. സ്റ്റാക്ക് എം ഡി ആണെങ്കിൽ
ക്ലോസിംഗ് ബ്രാക്കറ്റ് കാണുന്ന ആ ടൈമിൽ സ്റ്റാക്ക് എം ടി ആണെങ്കിൽ നമ്മൾ ഫാൾസ് റിട്ടേൺ ചെയ്യും. സ്ട്രിങ് മൊത്തം ട്രാവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിട്ടേൺ ചെയ്യും ലെങ്ത് ഓഫ് സ്റ്റാക്ക് ഈക്വൽ ടു 0. സ്റ്റാക്കിൻ്റെ ലെങ്ത് ഈക്വൽ ടു 0 ആണെങ്കിൽ ട്രൂ ആയിരിക്കും, ഇല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും നമ്മൾ റിട്ടേൺ ചെയ്യുക. നമുക്ക് ഈ ലോജിക്കിൻ്റെ എക്സിക്യൂഷൻ നോക്കാം. ആദ്യം നമ്മൾ ഈ ഓപ്പണിംഗ് പാരാന്തസിസിനെ കാണും. ഇതൊരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആയതുകൊണ്ട് ഈ ബ്രാക്കറ്റിനെ നമ്മൾ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യും. അടുത്തത് നമ്മൾ ഈ ഓപ്പണിംഗ് കർലി ബ്രാക്കറ്റിനെ കാണും. ഇതൊരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആയതുകൊണ്ട് ഇതിനെയും സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റിനെ കാണും. ഇതും ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആയതുകൊണ്ട് ഇതിനെയും സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യും. ഇനി നമ്മൾ ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് തന്നെയാണ് കാണുന്നത്. ഇതൊരു ക്ലോസിംഗ് ബ്രാക്കറ്റ് ആയതുകൊണ്ട് നമ്മൾ സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള എലമെൻറ്റ് നോക്കും. ടോപ്പിലുള്ള എലമെൻറ്റ് ഒരു ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റാണ്. ഈ ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റിന് കറസ്പോണ്ടിങ് ആയ ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റാണ് സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ളത്. അതുകൊണ്ട് നമ്മൾ സ്റ്റാക്കിലുള്ള ഈ ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് പോപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ഈ ക്ലോസിംഗ് കർലി ബ്രാക്കറ്റിലെത്തി. ഇപ്പം നമ്മൾ വീണ്ടും ചെക്ക് ചെയ്യും സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള ബ്രാക്കറ്റ് ഓപ്പണിംഗ് കർലി ബ്രാക്കറ്റ് ആണോ എന്ന്. അതെ, അതൊരു ഓപ്പണിംഗ് കർലി ബ്രാക്കറ്റ് ആണ്. അന്നേരം നമ്മൾ ആ ഓപ്പണിംഗ് കർലി ബ്രാക്കറ്റിനെ പോപ്പ് ചെയ്യും. ഇനി നമ്മൾ ഈ ക്ലോസിംഗ് പാരാന്തസിസിലെത്തി. ഇതൊരു ക്ലോസിംഗ് ബ്രാക്കറ്റ് ആയതുകൊണ്ട് നമ്മൾ സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള എലമെൻറ്റ് ഒരു ഓപ്പണിംഗ് പാരാന്തസിസ് ആണോ എന്ന് നോക്കും. ഇവിടെ നോക്കിയാൽ അതൊരു ഓപ്പണിംഗ് പാരാന്തസിസ് ആണ്. അന്നേരം സ്റ്റാക്കിൽ നിന്ന് ആ ഓപ്പണിംഗ് പാരാന്തസിസിനെ നമ്മൾ പോപ്പ് ചെയ്യും. ഇപ്പം നമ്മൾ ഈ സ്ട്രിങ്ങിനെ മൊത്തം ട്രാവേഴ്സ് ചെയ്ത് കഴിഞ്ഞു. അന്നേരം നമ്മൾ ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. റിട്ടേൺ ലെങ്ത് ഓഫ് സ്റ്റാക്ക് ഈക്വൽ ടു 0. ഇപ്പോൾ സ്റ്റാക്കിൽ ഒരു എലമെൻസും ഇല്ല. അന്നേരം ലെങ്ത് ഓഫ് സ്റ്റാക്ക് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ കണ്ടീഷൻ ട്രൂ ആണ്. അങ്ങനെ നമ്മൾ ഔട്ട്പുട്ടായിട്ട് ട്രൂ റിട്ടേൺ ചെയ്യും. ഇനി നമുക്ക് വാലിഡ് അല്ലാത്ത കുറച്ച് സ്ട്രിങ്സ് നോക്കാം. ഓപ്പണിംഗ് കർലി ബ്രാക്കറ്റ്, ഓപ്പണിംഗ് പാരാന്തസിസ്. opening curly bracket, closing parenthesis. Closing curly bracket, closing parenthesis. നമുക്ക് ആദ്യമേ ഈ ടോപ്പിലുള്ള ഇൻപുട്ട് നോക്കാം. നമ്മൾ ഈ ഇൻപുട്ടിലൂടെ ട്രാവേഴ്സ് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന ക്യാരക്ടർ ഓപ്പണിംഗ് കർലി ബ്രാക്കറ്റ് ആണ്. അതൊരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആയതുകൊണ്ട് നമ്മൾ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു.
അത് കഴിഞ്ഞ് ഓപ്പണിംഗ് പാരാന്തസിസിനെ കണ്ടു. അന്നേരം ഓപ്പണിംഗ് പാരാന്തസിസിനെയും സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. ഇപ്പോൾ ഈ സ്ട്രിങ്ങിനെ മൊത്തത്തിൽ ട്രാവേഴ്സ് ചെയ്തു. അന്നേരം നമ്മൾ എന്തായിരിക്കും ചെക്ക് ചെയ്യുക? റിട്ടേൺ ലെങ്ത് ഓഫ് സ്റ്റാക്ക് ഈക്വൽ ടു 0. സ്റ്റാക്കിൻ്റെ ലെങ്ത് 0 അല്ല, അതുകൊണ്ട് ഫാൾസ് ഈ ഇൻപുട്ടിന് വേണ്ടി നമ്മൾ റിട്ടേൺ ചെയ്യും. ഇനി നമുക്ക് അടുത്ത ഇൻപുട്ട് നോക്കാം. ഇതൊരു ഓപ്പണിംഗ് കർലി ബ്രാക്കറ്റ് ആണ്. അന്നേരം നമ്മൾ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ക്ലോസിംഗ് പാരാന്തസിസ് വന്നു. ക്ലോസിംഗ് പാരാന്തസിസ് വന്നു കഴിയുമ്പോൾ നമ്മൾ എന്തായിരുന്നു ചെക്ക് ചെയ്യുന്നത്? ഇഫ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇൻ ടോപ്പ് ഓഫ് സ്റ്റാക്ക് കറസ്പോണ്ട്സ് ടു ക്ലോസിംഗ് ബ്രാക്കറ്റ് എന്ന് വെച്ചാൽ ഇപ്പം സ്റ്റാക്കിൻ്റെ ടോപ്പിൽ ഉണ്ടാവേണ്ടത് ഒരു ഓപ്പണിംഗ് പാരാന്തസിസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ഒരു ഓപ്പണിംഗ് കർലി ബ്രാക്കറ്റാണ് കിട്ടുന്നത്. അന്നേരം ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇൻ ടോപ്പ് ഓഫ് സ്റ്റാക്ക് ഡസിൻ കറസ്പോണ്ട് ടു ക്ലോസിംഗ് ബ്രാക്കറ്റ്. അന്നേരം നമ്മൾ ഫാൾസ് നിന്ന് റിട്ടേൺ ചെയ്യും. അങ്ങനെ നമുക്ക് ഈ ഇൻപുട്ടിന് ഫാൾസ് ആയിരിക്കും കിട്ടുക. നമുക്കിനി ഈ ഇൻപുട്ട് നോക്കാം. ആദ്യമേ നമ്മൾ കാണുന്നത് ക്ലോസിംഗ് കർലി ബ്രാക്കറ്റ് ആണ്. അപ്പം നമ്മൾ ചെക്ക് ചെയ്യുമ്പം സ്റ്റാക്ക് എം ഡി ആണ്. സ്റ്റാക്ക് എം ഡി ആകുമ്പം നമ്മൾ ഫാൾസ് റിട്ടേൺ ചെയ്യും. അങ്ങനെ നമുക്ക് ഈ ഇൻപുട്ടിന് ഫാൾസ് ആയിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുക. ഇതിൻ്റെ കോഡ് നമുക്ക് നോക്കാം. def is valid s d equal to opening curly bracket closing curly bracket opening square bracket closing square bracket opening parenthesis closing parenthesis. ഓരോ ഓപ്പണിംഗ് ബ്രാക്കറ്റിനും കറസ്പോണ്ടിങ് ആയ ക്ലോസിംഗ് ബ്രാക്കറ്റ് നമ്മൾ ഒരു ഡിക്ഷണറിയിൽ ആയിരിക്കും സ്റ്റോർ ചെയ്യുക. സ്റ്റാക്ക് ഈക്വൽ ടു എം ഡി ലിസ്റ്റ് ഫോർ ക്യാരക്ടർ ഇൻ എസ്. സ്ട്രിങ്ങിലുള്ള ഓരോ ക്യാരക്ടറിലൂടെയും നമ്മൾ ട്രാവേഴ്സ് ചെയ്യാണ്. ഇഫ് ക്യാരക്ടർ ഇൻ ഡി, നമ്മളിപ്പോൾ നോക്കുന്ന ആ ക്യാരക്ടർ ഈ ഡിക്ഷണറിയുടെ കീ ആണോ, അതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നോക്കുന്ന ആ ക്യാരക്ടർ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് ആണോ, അതെങ്കിൽ നമ്മൾ സ്റ്റാക്കിലോട്ട് ആ ക്യാരക്ടറിനെ അപ്പൻഡ് ചെയ്യും, അല്ലെങ്കിൽ ആ ബ്രാക്കറ്റിനെ അപ്പൻഡ് ചെയ്യും. ആ ഓപ്പണിംഗ് ബ്രാക്കറ്റിനെ നമ്മൾ സ്റ്റാക്കിലോട്ട് അപ്പൻഡ് ചെയ്തു. എൽസ് ഇഫ് നോട്ട് സ്റ്റാക്ക്, സ്റ്റാക്ക് എം ഡി ആണെങ്കിൽ നമ്മൾ ഫാൾസ് റിട്ടേൺ ചെയ്യും. എലിഫ് സി എച്ച് ഈക്വൽ ടു ഡി ഓഫ് സ്റ്റാക്ക് ഓഫ് -1. സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള ആ ബ്രാക്കറ്റ് ഇപ്പം നമ്മൾ നോക്കുന്ന ആ ക്ലോസിംഗ് ബ്രാക്കറ്റിന് കറസ്പോണ്ടിങ് ആണോ, ആണെങ്കിൽ സ്റ്റാക്കിലുള്ള ഓപ്പണിംഗ് ബ്രാക്കറ്റിനെ നമ്മൾ പോപ്പ് ചെയ്യും. എൽസ് നമ്മൾ ഫാൾസ് റിട്ടേൺ ചെയ്യും. അറ്റ് ദ എൻഡിൽ നമ്മൾ ലെങ്ത് ഓഫ് സ്റ്റാക്ക് ഈക്വൽ ടു 0 ആണെന്ന് ചെക്ക് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് റിട്ടേൺ ചെയ്യും. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n ആണ്, കാരണം നമ്മൾ സ്റ്റാക്ക് യൂസ് ചെയ്യുന്നുണ്ട്.